ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. എന്താ പറയുന്നത് എല്ലാവരും സുഖമല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ പ്രീവിയസ് ഒരു വീഡിയോന്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മുമ്പത്തെ എൻ്റെ വ്ളോഗ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വീഡിയോ ഉണ്ടായിരുന്നു, 5 ways to reset your rest of your 2023 എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടു ഡു ലിസ്റ്റ് ഫോളോ ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് വരുത്തുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ എന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുക, നല്ലൊരു വീഡിയോ ആയിരിക്കും. ഇപ്പം നമ്മൾ ഏപ്രിൽ ആയതേ ഉള്ളൂ, ഇനിയും ഉണ്ട് മാസങ്ങൾ, ഏകദേശം 7 to 8 months ഉണ്ട് നമുക്ക് നമ്മുടെ ഈ വർഷം ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ പ്രൊഡക്റ്റീവ് ആക്കാനും പറ്റുന്ന ഒരു വർഷം ആക്കാൻ വേണ്ടി. അത് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു വീഡിയോ, അങ്ങനത്തെ അനുഭവം ഉറപ്പായിട്ടും കാണാം. അപ്പോൾ ഞാൻ ആദ്യം താമസിക്കാതെ ഓക്കെ ഞാൻ ഈ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കറും അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കോച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കോട്ട് കാരണം ഒരു സെയിങ് അല്ലെങ്കിൽ ഒരു കോട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ പുള്ളിക്കാരൻ്റെ പേരെന്ന് പറഞ്ഞാൽ മൈക്കിൾ ഓൾട്ഷൂളർ എന്നാണ്. അപ്പം പുള്ളിക്കാരെ പറ്റി കുറേ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടെഡ് ടോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു കോട്ട് എന്ന് പറഞ്ഞാൽ ബാഡ് ന്യൂസ് ഈസ് ടൈം ഫ്ലൈസ് ആൻഡ് ദ ഗുഡ് ന്യൂസ് ഈസ് യു ആർ ദ പൈലറ്റ്. അപ്പം നമ്മുടെ കയ്യിലാണ് ഇതിനെപ്പറ്റി, നമ്മുടെ ജീവിതത്തിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അത് എന്തൊക്കെ ചെയ്യുമ്പോൾ അടുത്ത ദിവസത്തേക്ക് വെക്കണം എന്നുള്ളത് അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. അപ്പം നമ്മൾ വിചാരിക്കുക നമ്മളുടെ അത് എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കയ്യിലായിരിക്കും, നമ്മളായിരിക്കും റെസ്പോൺസിബിൾ നമ്മുടെ ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നും അതായത് ഓരോ സ്പെൻഡിലെ പ്രൊഡക്റ്റീവ് ആക്കുന്നതും ഒരു ഡേ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കാത്തതും ഒക്കെ നമ്മുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ടു ഡു ലിസ്റ്റ് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള 5 ways ആണ്. അപ്പം ഇതും 5 ways. ഇറ്റ്സ് ഗോണ ബി ലൈക്ക് റിയലി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ഇറ്റ്സ് ഗോണ ബി റിയലി ഈസി. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും നല്ല എഫക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ ഓരോ ദിവസവും അങ്ങനെ ഓരോ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ ടൈം നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പം തലേദിവസമായിരിക്കും മിക്കവാറും നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുവാണെങ്കിൽ തന്നെ നമ്മൾ ഓരോ ടാസ്കിന് വേണ്ടി ഓരോ ടൈം ബ്ലോക്ക് ചെയ്യുക. ഇപ്പം രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അപ്പം രാവിലെ ചെയ്യാനുള്ള ടാസ്കൊക്കെ രാവിലെ തന്നെ ചെയ്ത് തീർക്കുക. ഇപ്പം നമുക്ക് ഡീഫോൾട്ട് കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡൊക്കെ സെറ്റ് ആക്കുന്നു, ഷീറ്റൊക്കെ വിരിച്ചിടുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ചെയ്ത് തീർക്കുവാണെങ്കിൽ അത് രാത്രിയിലേക്ക് വെക്കാതെ രാവിലെ തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഓരോ ഡേയും. അതുപോലെ തന്നെ ഇപ്പം ഉച്ചയ്ക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ആ രാവിലെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ചായ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് നല്ല ഒരു പവർഫുൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ, പ്രോട്ടീൻ ഫീൽഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിനൊക്കെ നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ നല്ല പംഡപ്പ് ആയിരിക്കും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ മെന്റൽ പവർ ആവശ്യമുള്ള ആ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്തു തീർക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അത്ര ഫോക്കസ് ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പം നമ്മൾ ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട്, കാരണം ഈ പോസ്റ്റ് പ്രാൻഡിയൽ ഡിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഉറക്കം വരുന്നു ആവശ്യം. അപ്പം നമുക്ക് അത്ര ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അത്ര മൈൻഡ് നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത ടൈമൊക്കെ ആയിരിക്കും ഉച്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ് ഒക്കെ. അപ്പോൾ ആ സമയത്തേക്ക് അത്ര ഒന്നും മെന്റൽ പവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത ടാസ്കൊക്കെ നമ്മൾ ഉച്ചയ്ക്കും വൈകിട്ടും ചെയ്താൽ പ്രശ്നമില്ല. അപ്പം രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്യിക്കുക, ഉച്ചയ്ക്കും വൈകിട്ടും ചെയ്യാനുള്ള ആ സമയം അപ്പം ബ്ലോക്ക് ഔട്ട് ചെയ്യുക ഒരു ടൈം ടാസ്കിന് വേണ്ടി. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വലിയ ലിസ്റ്റ് ആണെങ്കിൽ തന്നെ ഇപ്പം കുറേ ലിസ്റ്റ് ഉണ്ടായിരിക്കും, കുറേ ടു ഡു ലിസ്റ്റ് ടാസ്ക് ഉണ്ടായിരിക്കും നമ്മുടെ ലിസ്റ്റിൽ. അപ്പോൾ എത്ര തന്നെ ലിസ്റ്റ് കാര്യമുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് 3 അതിനകത്ത് ആ ലിസ്റ്റിലുള്ള ആ ദിവസം ചെയ്യണം. അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പോൾ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും ആ 3 കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്നുള്ളത് എന്താ പറയുക, നമ്മളോട് തന്നെ ആ സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പം നമ്മൾ തന്നെ ഇപ്പം നമുക്കിങ്ങനെ ആ ചിട്ടയോട് അത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ 3 കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്ത് തീർക്കണം. ഇപ്പം നമുക്ക് 10 ടാസ്ക് ഉണ്ടെങ്കിൽ പോലും 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ചെയ്ത് തീർക്കുക. ബാക്കി 7 അത്ര ഇത് പ്രയോറിറ്റി കൊടുക്കരുതെന്നല്ല, നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ 10 അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഓരോന്നിനും. പക്ഷെ 3 ഹൈലി എന്താ പറയുക പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട്, നല്ല പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് എന്തായാലും ആദ്യം തന്നെ ചെയ്ത് തീർക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട്
ബാക്കിയുള്ള കാര്യങ്ങൾ ദിവസത്തിന്റെ ഓരോരോ ടൈം നമ്മൾ ചെയ്തു തീർക്കാം. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു മുമ്പത്തെ പോലെ 10 ടാസ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ 10 ടാസ്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കും. ഇപ്പൊ നമ്മൾ എന്താ ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞു മുമ്പത്തെ പോലെ ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ ബെഡ് സെറ്റ് ആക്കുക, ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുക, നമ്മുടെ കിച്ചണില് സിങ്കില് ഇങ്ങനെ ഫുൾ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കുക. അതൊക്കെ ചിലപ്പോൾ ടൈം എടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ 10 എണ്ണത്തിനകത്ത് അതൊക്കെ ഒരു ടാസ്ക് ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കിപ്പം ഇപ്പം കിച്ചൺ ക്ലീൻ ചെയ്യുക, അതുപോലെ ബെഡൊക്കെ സെറ്റ് ആക്കുക, അതൊക്കെ ഇങ്ങനെ അങ്ങനെ. അപ്പൊ 2 ടാസ്ക് ഒക്കെയാണ് പെട്ടെന്ന്. അപ്പൊ 10 2 ടാസ്ക് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും നമുക്ക് ഇങ്ങനെ ഓരോന്ന് ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആവും ശരിക്കും. അപ്പം ആ ലിസ്റ്റ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നമുക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിക്ക് ഓഫ് ചെയ്യുന്ന ഒരു ബൂസ്റ്റ് പോലെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓരോ ടാസ്ക് നമ്മൾ പെട്ടെന്ന് ടിക്ക് ഓഫ് ചെയ്താൽ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ക്ലിയർ ഓഫ് ചെയ്യാം. അതുപോലെ ഈ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 3 Ds ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഓരോ ലിസ്റ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം. അതിനകത്ത് ഒരു D എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും, ഇപ്പം ഓഫീസിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫ്രണ്ടോ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പം ഫ്ലാറ്റ്മേറ്റിനോട് താമസിക്കുകയാണെങ്കിൽ അങ്ങനെ അപ്പം ഫ്ലാറ്റ്മേറ്റ് പറയാം ഓക്കെ എടാ ഇതൊന്നും ചെയ്യണേ, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാം ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമ്മുടെ ആ ടു ഡു ലിസ്റ്റ് അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നിന്നുള്ള ഒരു ടാസ്ക് അത് പറയാം. അപ്പം അത് ഒന്ന് കുറഞ്ഞു കിട്ടും. നമുക്കെല്ലാം ഇപ്പം നമ്മൾ വേറെ സ്ഥലത്താണ് നമുക്കിപ്പം ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം നമ്മൾ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെ. അതായത് അതൊരു എന്താ പറയാ ഇതൊരു ലേബർ ഇത് ചീപ്പറല്ല. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മുടെ ഹസ്ബൻഡാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാം. അപ്പം അതാണ് ഒരു D. മറ്റേ D എന്ന് പറയാം ഡിഫർ. അപ്പം നമുക്ക് ഇന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി, നാളെ ചെയ്താൽ മതി, നാളെ ടൈം കിട്ടുമ്പോൾ പെരുക്കെ നമുക്ക് സാവധാനം ചെയ്താൽ മതി. അപ്പം ഇന്ന് ചെയ്യേണ്ട അപ്പം അത്ര പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഡിഫർ ചെയ്യാം. അതാണ് സെക്കൻഡ് D. 3ാമത്തെ കാര്യമാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പം നമുക്കിപ്പം ഞാൻ പറയുന്നത് 10 ടാസ്ക് ഉണ്ട്, നമ്മുടെ ലിസ്റ്റിൽ 10 ടാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ. 3 എണ്ണം മുമ്പ് പറഞ്ഞ പോലെ പ്രയോറിറ്റൈസ് ചെയ്യാം. ചിലതൊക്കെ നമുക്ക് ഡിഫർ ചെയ്യാം വേറെ ദിവസങ്ങളിലേക്ക്. ചിലതൊക്കെ നമുക്ക് അത്ര ഇല്ലെങ്കിൽ നമുക്ക് ആ ലിസ്റ്റിൽ തന്നെ മാറ്റാം. അതുകൊണ്ട് ചെയ്യേണ്ട പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. 3 D പറ്റി ഞാൻ പറഞ്ഞു, 3 Ds ഞാൻ പറഞ്ഞത്. ഒന്ന് ഡെലിഗേറ്റ്, ഒന്ന് ഡിഫർ, മറ്റൊന്ന് ഡിലീറ്റ്. പിന്നെ 5th പോയിന്റ് ഫൈനൽ പോയിന്റ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ 1 ടാസ്ക് അറ്റ് എ ടൈം. അപ്പം നമ്മൾ എത്ര തന്നെ ടാസ്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഒരു ടൈമിൽ ഒരു ടാസ്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മുടെ മനസ്സിൽ ഇപ്പൊ കുറച്ചേറെ ഇപ്പൊ ഇതായിട്ട് ഞാൻ അടുത്ത് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടാസ്കിനോട് നമുക്ക് 100% കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളിപ്പം വർക്ക് ടൈമിൽ നമുക്ക് വർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് പോകണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ അപ്പം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ നമുക്ക് ആ സമയത്തെ ടാസ്കിന് നമ്മൾ 100% കൊടുക്കേണ്ട ഒരു സാധനമാണ്. നമ്മുടെ 100% നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി നമ്മുടെ ഫുൾ കൊടുക്കേണ്ട ഒരു ഇതാണ് ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ വേറെ നമ്മുടെ ടു ഡു ലിസ്റ്റിലുള്ള വേറെ ടാസ്ക് ഒക്കെ നോക്കിയാൽ നമുക്ക് ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതൊന്നും നടക്കത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ടാസ്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് എന്റെ 5th ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യാം ഈ 5 പോയിന്റ്സ് എന്താന്ന് വെച്ചാൽ. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ടൈം ഫോർ യർ ടാസ്ക്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എത്ര വലിയ ടു ഡു ലിസ്റ്റ് ആണെങ്കിലും 3 ഇമ്പോർട്ടൻറ്റ് ടാസ്ക് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക. 3ാമത്തേത് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക. അത്തോളം ലിസ്റ്റ് നമ്മൾ എത്രത്തോളം ടിക്ക് ഓഫ് ചെയ്യുന്നു അത്തോളം നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും ബാക്കിയും കൂടെ തീർക്കാൻ വേണ്ടി. 4ാമത്തെന്ന് പറഞ്ഞാൽ മേക്ക് ഷുവർ ടു ഫോളോ ദി 3 Ds. അപ്പം ഒന്ന് ഡെലിഗേറ്റ്, അല്ലെങ്കിൽ ഡിഫർ, അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാം നമ്മുടെ ടാസ്ക് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം. 5ാമത്തേന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ 1 ടാസ്ക് അറ്റ് എ ടൈം. അപ്പം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ എഫക്റ്റീവ് ആക്കാൻ പറ്റിയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഈ വീഡിയോ സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ഇങ്ങനത്തെ കണ്ടന്റ് കൂടുതൽ കാണാനാണെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഹാവ് എ ലവ്ലി ഡേ. ബൈ.